യുവർ ഇന്നർ ബാറ്റിൽസ്. ജീവിതം എന്നത് പലപ്പോഴും പുറത്തുള്ള സാഹചര്യങ്ങളോട് നടക്കുന്ന ഒരു പോരാട്ടമാണെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പോരാട്ടം നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഡാരിയസ് ഫൊറോക്സ് എഴുതിയ വിൻ യുവർ ഇന്നർ ബാറ്റിൽസ് എന്ന പുസ്തകം നൽകുന്നത്. മനുഷ്യൻ നേരിടുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും പുറം ലോകത്തിൽ നിന്നുള്ളവയല്ല, മറിച്ച് അവന്റെ ചിന്തകളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും, ആത്മവിശ്വാസക്കുറവിൽ നിന്നുമാണ് രൂപം കൊള്ളുന്നത്. ജീവിതത്തിലെ മുന്നേറ്റം തടസ്സപ്പെടുത്തുന്ന യഥാർത്ഥ ശത്രു നമ്മുടെ അകത്തെ സംശയങ്ങളാണെന്നും അതിനെ ജയിക്കാതെ പുറത്തുള്ള വിജയങ്ങൾക്ക് അർത്ഥമില്ലെന്നും എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നു. നമ്മെ സ്വയം മനസ്സിനുള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ സ്വരമാണിത്. നമ്മൾ എന്തുകൊണ്ട് പലപ്പോഴും തുടങ്ങാൻ പേടിക്കുന്നു? എന്തുകൊണ്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കുന്നു? എന്തുകൊണ്ട് പരാജയത്തെക്കുറിച്ചുള്ള ഭയം നമ്മെ പിടിച്ചുകെട്ടുന്നു എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി തേടുന്ന ഒരു യാത്രയാണിത്. സാധാരണയായി നമ്മൾ പരാജയത്തെ ഭയപ്പെടുന്നത് പുറത്തുള്ള വിമർശനങ്ങളാലോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിലയിരുത്തലുകളാലോ ആണെന്ന് കരുതുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാനം നമ്മുടെ സ്വന്തം ചിന്താഗതിയാണ്. എനിക്ക് ഇത് സാധിക്കില്ല എന്ന ആത്മവിശ്വാസക്കുറവാണ്. ജീവിതത്തിൽ പലർക്കും ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അവ കൈവരിക്കാൻ മുന്നോട്ടു പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം കഴിവിന്റെ അഭാവമല്ല, മറിച്ച് മനസ്സിന്റെ ദൗർബല്യം തന്നെയാണ്. ഈ ദൗർബല്യത്തെ മറികടക്കാൻ ആദ്യം അതിനെ തിരിച്ചറിയണം. ഒരാൾക്ക് തന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന് തന്റെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ തിരിച്ചറിവ് നേടുന്നതാണ് ഒരു വ്യക്തിയുടെ വളർച്ചയുടെ ആദ്യപടി. ഭയം ഒരു സ്വാഭാവിക വികാരമാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രശ്നമാകുന്നത്. പലപ്പോഴും നമുക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ നാം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തയ്യാറല്ല എന്ന തോന്നലുകൊണ്ടോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന ആശങ്ക കൊണ്ടോ ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരാൾ ഒരിക്കലും പൂർണ്ണമായും തയ്യാറാവുന്നില്ല. പ്രവർത്തനത്തിലൂടെയാണ് ആ തയ്യാറാവലിനുള്ള ആത്മവിശ്വാസം രൂപപ്പെടുത്തുന്നത്. പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആത്മവിശ്വാസം വേണമെന്ന ധാരണ പലപ്പോഴും ശരിയാകണമെന്നില്ല. പ്രവർത്തനത്തിലൂടെയാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശക്തി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം നമ്മുടേതാണ്. അതിനെ മാറ്റാനുള്ള കഴിവും നമ്മിലുണ്ട്. ആ തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ ശക്തനാക്കുന്നത്. സാഹചര്യങ്ങൾ എങ്ങനെയായാലും അതിനോട് പ്രതികരിക്കുന്ന വിധം നമ്മുടെ കയ്യിലാണ്. ഈ ചിന്താഗതിയാണ് ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇത് വെറും പ്രചോദന വാക്കുകളല്ല, മറിച്ച് ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കാവുന്ന ചിന്തകളാണ്. ഈ ചിന്തകൾ പ്രവർത്തനത്തിന്റെ ദിശ വ്യക്തമാക്കുന്നു. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല, അവയെ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ മാനസിക ശക്തി കൂടി വളർത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു സമീപനമാണിത്. ചെറിയ കാര്യങ്ങളിൽ പോലും സ്ഥിരത പുലർത്താൻ കഴിയാത്ത ഒരാൾക്ക് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കില്ല. അതിനാൽ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളാണ് വലിയ വിജയങ്ങളുടെ അടിസ്ഥാനം എന്ന തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. ജീവിതത്തെ ഒരു യുദ്ധഭൂമിയോട് ഉപമിക്കാം. എന്നാൽ ഈ യുദ്ധം പുറത്തുള്ളവരോടല്ല, മറിച്ച് സ്വന്തം മനസ്സിനോടാണ്. സംശയം, ഭയം, അലസത, ശ്രദ്ധക്കുറവ് എന്നിവയാണ് ഈ യുദ്ധത്തിലെ പ്രധാന ശത്രുക്കൾ. ഇവയെ തോൽപ്പിക്കാൻ ആവശ്യമുള്ള ആയുധങ്ങൾ വ്യക്തമായ ചിന്ത, ആത്മവിശ്വാസം, ശീലങ്ങൾ, സ്ഥിരത എന്നിവയാണ്. ഒരു സൈനികനെ പോലെ നാം നമ്മുടെ ജീവിതത്തെ കാണണം. അവിടെ ഓരോ ദിവസവും ഓരോ പോരാട്ടമാണ്. ഓരോ ചെറിയ വിജയം പോലും വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. ഒരാൾക്ക് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കുന്നതാണിത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല, എന്നാൽ അവയെ നേരിടാനുള്ള കഴിവ് വികസിപ്പിക്കാം. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം വിജയകരമല്ല, മറിച്ച് പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കഴിവുള്ള ജീവിതമാണ് യഥാർത്ഥ വിജയം. ഈ ചിന്താഗതിയാണ് മനുഷ്യരെ മാനസികമായി ശക്തനാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിങ്ങളെ പിന്തുണയ്ക്കുന്ന രീതിയിലാക്കണം. നിങ്ങളുടെ ഭയങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കണം.
നിങ്ങൾക്കുള്ള ശേഷിയിൽ വിശ്വാസമുണ്ടാകണം. ഈ യാത്ര എളുപ്പമല്ല, പക്ഷേ അതാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി. ഇതൊരു ആത്മപരിശോധനയാണ്. ഇത് നമ്മെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ നടക്കുന്ന യുദ്ധത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ആ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ട മനോഭാവവും മാർഗങ്ങളും അവതരിപ്പിക്കുന്നു. അകത്തെ യുദ്ധത്തിന്റെ മറഞ്ഞ ശബ്ദങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതം പലപ്പോഴും പുറമേ കാണുന്ന സംഭവങ്ങളാലാണ് നിർവചിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കരുതുന്നു. ഒരു ജോലി കിട്ടിയോ ഇല്ലയോ, ആരെങ്കിലും നമ്മെ അംഗീകരിച്ചോ ഇല്ലയോ, സാമ്പത്തികമായി ഉയർന്നോ താഴ്ന്നോ, ഇവയാണ് ജീവിതത്തിന്റെ പ്രധാന സൂചകങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പുറത്തുള്ള ലോകമല്ല, മറിച്ച് നമ്മുടേതായ ഉള്ളിലുള്ള ഒരു നിശബ്ദ ശക്തിയാണ്. ആ ശക്തി ചിലപ്പോൾ നമ്മെ ഉയർത്തും, ചിലപ്പോൾ താഴേക്ക് വലിക്കും. അതാണ് നമ്മുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, ഭയങ്ങൾ, ശീലങ്ങൾ. ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ അകത്തെ ലോകം നിർമ്മിക്കപ്പെടുന്നത്. ഈ ലോകം ശാന്തമായിരിക്കുമ്പോൾ പുറത്തുള്ള പ്രശ്നങ്ങൾ നമ്മെ അത്ര ബാധിക്കില്ല. പക്ഷേ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രതിസന്ധികളായി തോന്നും. ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് ഒരു വ്യക്തി ഒരു സത്യത്തെ അംഗീകരിക്കുന്ന നിമിഷത്തിലാണ്. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എന്റെ കൈകളിലാണ്. ഇത് കേൾക്കാൻ ലളിതമാണെങ്കിലും അതിനെ പ്രാവർത്തികമാക്കുക എളുപ്പമല്ല. കാരണം അതുവരെ നമ്മൾ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് ജീവിച്ചിരുന്നത്. സാഹചര്യം മോശമായതുകൊണ്ട് ഞാൻ മുന്നോട്ടു പോയില്ല, അവസരം കിട്ടാത്തതിനാൽ ഞാൻ ശ്രമിച്ചില്ല, മറ്റുള്ളവർ പിന്തുണയ്ക്കാത്തതിനാൽ ഞാൻ പരാജയപ്പെട്ടു. ഇതെല്ലാം നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളാണ്. എന്നാൽ ഈ കഥകൾ നമ്മെ ആശ്വസിപ്പിച്ചാലും അവ നമ്മെ ശക്തരാക്കുന്നില്ല. മറിച്ച് അവ നമ്മെ ഒരു ദുർബല നിലയിൽ പിടിച്ചിരുത്തുന്നു. ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ അവൻ ഒരു പുതിയ നിലയിലേക്ക് കടക്കുന്നു. എന്ത് സംഭവിച്ചാലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് എന്റെ തീരുമാനമാണ്. ആ ബോധം ഒരു വ്യക്തിയുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്നു. ഈ യുദ്ധത്തിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വ്യക്തമായ തീരുമാനം എടുക്കുക എന്നതാണ്. പക്ഷേ ഒരു തീരുമാനം എടുക്കുക എന്നത് വെറും ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല, അതൊരു പ്രതിജ്ഞയാണ്. എന്തു വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച നിലപാട്. പലരും തീരുമാനങ്ങൾ എടുക്കുന്നു, പക്ഷേ അവർ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അവർ വഴിമാറും. കാരണം അവർ തീരുമാനത്തെ ഗൗരവമായി എടുത്തിട്ടില്ല. ഒരു തീരുമാനത്തിന് പിന്നാലെ ഉടനെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ശത്രുവാണ്. അത് പുറത്തല്ല, അകത്താണ്. ആ ശത്രു വളരെ സൂക്ഷ്മമായി പ്രവർത്തിക്കും. അത് നമ്മളെ നേരിട്ട് തടയില്ല, മറിച്ച് അത് നമ്മളെ നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ പ്രേരിപ്പിക്കും. ഇന്നല്പം വിശ്രമിക്കാം, നാളെ കൂടുതൽ നല്ല സമയമാണ്, ഇപ്പോൾ ഇത് ശരിയായ അവസരമല്ല. ഇത്തരം ചിന്തകളെല്ലാം അതിന്റെ ശബ്ദങ്ങളാണ്. ഈ ശത്രുവിനെ തോൽപ്പിക്കാൻ ആദ്യം അതിനെ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ ഈ ശബ്ദങ്ങളെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. എന്നാൽ അവ നമ്മളെ വളർച്ചയിൽ നിന്ന് തടയുന്ന പാറ്റേണുകളാണ്. ഈ പാറ്റേണുകൾ വർഷങ്ങളായി രൂപപ്പെട്ടവയാണ്. അതിനാൽ അവയെ മാറ്റാൻ സമയം ആവശ്യമാണ്. പക്ഷെ അവയെ തിരിച്ചറിയുന്നത് തന്നെ ഒരു വലിയ മുന്നേറ്റമാണ്. ഭയം ഈ യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ ഘടകമാണ്. ഭയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ അത് നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ പ്രശ്നമാകും. ഭയം നമ്മെ സംരക്ഷിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രതികരണമാണ്. എന്നാൽ പലപ്പോഴും അത് അനാവശ്യമായി വളരുന്നു. നമ്മൾ ഒരു പുതിയ കാര്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഭയം നമ്മോട് പറയുന്നു, ഇത് അപകടകരമാണ്. എന്നാൽ ആ അപകടം പലപ്പോഴും യാഥാർത്ഥ്യമല്ല, അതൊരു മിഥ്യയാണ്. ഒരു വ്യക്തി തന്റെ ഭയങ്ങളെ നേരിടാൻ തുടങ്ങുമ്പോൾ അവയുടെ യഥാർത്ഥ രൂപം അവൻ കാണാൻ തുടങ്ങും. പല ഭയങ്ങളും വെറും ചിന്തകളാണ്. യഥാർത്ഥത്തിൽ അവയ്ക്ക് ശക്തിയില്ല. എന്താണ് ഏറ്റവും മോശമായി സംഭവിക്കാവുന്നത് എന്ന ചോദ്യത്തിന് സത്യസന്ധമായി മറുപടി നൽകുമ്പോൾ ഭയം കുറയാൻ തുടങ്ങും. കാരണം ഭൂരിഭാഗം സാഹചര്യങ്ങളിലും നമ്മൾ ഭയപ്പെടുന്നത് സംഭവിച്ചാലും അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. ജീവിതത്തിൽ പുരോഗതി നേടാൻ സ്വയം വിശകലനം നിർബന്ധമാണ്. നമ്മൾ എന്താണ് ശരിയായി ചെയ്യുന്നത്, എന്താണ് തെറ്റായി ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധം ഉണ്ടാകണം. പലരും ഈ ഘട്ടം ഒഴിവാക്കുന്നു. കാരണം ഈ വിശകലനം കുറച്ച് അസൗകര്യങ്ങൾ നിറഞ്ഞതാണ്. സ്വന്തം തെറ്റുകൾ നേരിട്ട് കാണുന്നത് അത്ര എളുപ്പമല്ല.
എന്നാൽ അത് ഒഴിവാക്കുമ്പോൾ അതേ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നു. വളർച്ചയുടെ യഥാർത്ഥ മാർഗം സ്ഥിരമായ ചെറിയ മെച്ചപ്പെടുത്തലുകളിലാണ്. വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടാകില്ല. എന്നാൽ ഓരോ ദിവസവും ഒരു ചെറിയ മെച്ചപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അത് കാലക്രമേണ വലിയ ഫലങ്ങൾ സൃഷ്ടിക്കും. ഈ സമീപനം ക്ഷമയും സ്ഥിരതയും ആവശ്യപ്പെടുന്നു. നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നമ്മുടെ ഊർജത്തെ കുറയ്ക്കുന്നു. ഒരു വ്യക്തി തന്റെ ശ്രദ്ധ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാകുന്നു. ഇതിൽ ഉൾപ്പെടുന്നത് അവന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളുമാണ്. പുറത്തുള്ള ലോകം എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. എന്നാൽ ഉള്ളിലെ ലോകം നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ ഒരു ശക്തമായ ഉപകരണമാണ്. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ വ്യക്തമായി കാണുമ്പോൾ അവയെ നേടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇതൊരു മാജിക് അല്ല, മറിച്ച് മനസ്സിന്റെ ഒരു പരിശീലനമാണ്. ഇത് നമുക്ക് ദിശാബോധം നൽകുന്നു, പ്രചോദനം നൽകുന്നു. ഈ യുദ്ധത്തിൽ ജയിക്കാൻ ആവശ്യമായത് സ്ഥിരതയാണ്. ഒരിക്കൽ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ അത് അവസാനമല്ല, അതൊരു പഠനമാണ്. വീണ്ടും ശ്രമിക്കാൻ തയ്യാറാകുന്നവരാണ് വിജയിക്കുന്നത്. ഈ യാത്ര എളുപ്പമല്ല, പക്ഷേ അത് വളരെ മൂല്യമുള്ളതാണ്. ഒരു വ്യക്തി തന്റെ ഉള്ളിലെ യുദ്ധം ജയിക്കുമ്പോൾ അവൻ പുറത്തുള്ള ലോകത്തെയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ തുടങ്ങും. കാരണം അവൻ അറിയുന്നു, യഥാർത്ഥ നിയന്ത്രണം അവന്റെ ഉള്ളിലാണ്. നിയന്ത്രണത്തിന്റെ കല. ഒരു മനുഷ്യൻ തന്റെ ജീവിതം മാറ്റണമെന്ന് തീരുമാനിക്കുന്ന നിമിഷം അവൻ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കടക്കുന്നു. എന്നാൽ ആ തീരുമാനം മാത്രം പോരാ. ആ തീരുമാനത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടത് നിയന്ത്രണമാണ്. ചിന്തകളുടെ നിയന്ത്രണം, സമയത്തിന്റെ നിയന്ത്രണം, പ്രവൃത്തികളുടെ നിയന്ത്രണം, അതിലും പ്രധാനമായി സ്വയം നിയന്ത്രണം. നമ്മൾ പലപ്പോഴും എനിക്ക് തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വാചകത്തിൽ ഒരു കുറവുണ്ട്. അത് പ്രവർത്തനത്തിലേക്ക് മാറുന്നില്ല. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, എന്നാൽ പ്രവർത്തിക്കുന്നവരാണ് മുന്നോട്ടു പോകുന്നത്. നിയന്ത്രണം എന്നത് ആ ആഗ്രഹത്തെ പ്രവർത്തനമാക്കാനുള്ള ശക്തിയാണ്. പ്രവർത്തനം ആരംഭിക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവർ വലിയ ലക്ഷ്യങ്ങളെയാണ് മുന്നിൽ കാണുന്നത്. എനിക്ക് ഇത് മുഴുവൻ പൂർത്തിയാക്കണം, എനിക്ക് ഇത്രയും വലിയ വിജയം ഉണ്ടാകണം. ഈ ചിന്തകൾ തന്നെ ചിലപ്പോൾ നമ്മെ തടയുന്നു. വലിയ ലക്ഷ്യങ്ങൾ പ്രചോദനമേകുന്നുവെങ്കിലും അവ നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ ഏറ്റവും നല്ല മാർഗം ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നതാണ്. ഒരു ചെറിയ പ്രവർത്തനം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകാം. ദിവസവും 10 മിനിറ്റ് പഠിക്കുന്നത്, ഒരു പേജ് എഴുതുന്നത്, ചെറിയൊരു വ്യായാമം ചെയ്യുന്നത്. ഇവ ചെറുതാണെന്ന് തോന്നാം, പക്ഷേ ഇവയുടെ സ്ഥിരതയാണ് വലിയ ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്. നിയന്ത്രണം എന്നത് വലിയ കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതല്ല, ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. സമയം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട വിഭവമാണ്. എന്നാൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാഴാക്കുന്നത്. പലപ്പോഴും നമ്മൾ തിരക്കിലാണ്, പക്ഷേ ആ തിരക്കുള്ള സമയം മുഴുവൻ ഫലപ്രദമാകണം എന്നില്ല. സോഷ്യൽ മീഡിയ, അനാവശ്യ സംഭാഷണങ്ങൾ, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നമ്മെ തിരക്കിലാക്കും, പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകില്ല. ഒരു വ്യക്തി തന്റെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് അവന്റെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നത്. ഇല്ല എന്ന് പറയാനുള്ള കഴിവ് നിയന്ത്രണത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. എല്ലാ അവസരങ്ങളും നല്ലതല്ല, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റേണ്ടതുമില്ല. ചില കാര്യങ്ങൾക്ക് ഇല്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അതെ അല്ലെങ്കിൽ ശരി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നമ്മെ പലപ്പോഴും ബാധിക്കും. സമൂഹം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? കുടുംബം എന്താണ് ആഗ്രഹിക്കുന്നത്? സുഹൃത്തുക്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഇതെല്ലാം നമ്മളെ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരു വ്യക്തി തന്റെ ജീവിതം ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചല്ല, സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ചാണ്. നമ്മൾ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ആ ആളുകൾ നമ്മുടെ ജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. പോസിറ്റീവ് ചിന്തകളെയും വളർച്ചയെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളും വളരും. മറിച്ച് നെഗറ്റീവ് ചിന്തകൾ ഉള്ളവരോടൊപ്പം നിൽക്കുമ്പോൾ
അത് നമ്മെ പിന്നോട്ട് വലിക്കും. അതിനാൽ നമ്മുടെ ചുറ്റുപാടുകൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കേണ്ടതാണ്. നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒരു വലിയ പിഴവാണ്. ഓരോ വ്യക്തിയുടെയും യാത്ര വ്യത്യസ്തമാണ്. ഒരാളുടെ വിജയത്തെ കാണുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചെറുതായി കാണാൻ തുടങ്ങും. എന്നാൽ ആ താരതമ്യം നമ്മെ സഹായിക്കുന്നില്ല. അത് നമ്മെ നിരാശപ്പെടുത്തുകയും ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ മത്സരം ഉണ്ടാകേണ്ടത് നമ്മളും ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളുമായിട്ടാണ്. നിയന്ത്രണം എന്നത് വികാരങ്ങളെ അടക്കുന്നതല്ല, അവയെ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ കോപിക്കും, വിഷമിക്കും, സന്തോഷിക്കും. ഇത് സ്വാഭാവികമാണ്. എന്നാൽ ഈ വികാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുമ്പോൾ പ്രശ്നമാകും. ഒരു നിമിഷം നിർത്തി ഞാൻ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്, എൻ്റെ ഉള്ളിലെ വികാരം എന്താണ് എന്ന് ചോദിക്കാൻ കഴിയുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നതിന് പകരം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ തെറ്റുകൾ ഒഴിവാക്കാനാവില്ല, പക്ഷേ ഓരോ തെറ്റും ഒരു പാഠമാണ്. തെറ്റായ തീരുമാനങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ ഇല്ല. പഠിക്കാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് തെറ്റാകുന്നത്. ഒരു വ്യക്തി തന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ കൂടുതൽ ശക്തനാകും. നമ്മൾ പലപ്പോഴും ഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല. നാം ദിവസേന ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആ ഫലത്തെ നിർണയിക്കുന്നത്. അതിനാൽ ഫലത്തേക്കാൾ പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല, അതൊരു പരിശീലനമാണ്. ഓരോ ദിവസവും ചെറിയ തീരുമാനങ്ങളിലൂടെ അത് വളരുന്നു. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ശരിയായ മറുപടി നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിയന്ത്രണം സ്വാഭാവികമാകുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ നിയന്ത്രണം നേടുമ്പോൾ അവൻ കൂടുതൽ സ്വതന്ത്രനാകുന്നു. നിയന്ത്രണം സ്വാതന്ത്ര്യം നൽകുന്നു എന്നത് ഒരു വിരോധാഭാസം പോലെ തോന്നാം. കാരണം നിയന്ത്രണമില്ലാത്ത ജീവിതം പുറത്തുള്ള സാഹചര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടും. എന്നാൽ സ്വയം നിയന്ത്രണമുള്ള ജീവിതം വ്യക്തിയുടെ സ്വന്തം തീരുമാനങ്ങളാൽ നയിക്കപ്പെടും. അതിനാൽ നിയന്ത്രണത്തെ വെറുമൊരു നിയന്ത്രണം മാത്രമായി കാണരുത്, അതിനെ ഒരു ശക്തിയായി കാണണം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് നയിക്കുന്ന ശക്തി. അർത്ഥം അഥവാ പർപ്പസ് കണ്ടെത്തുന്ന യാത്ര. ജീവിതത്തിൽ ഒരു ഘട്ടം വരും, എല്ലാം സാധാരണയായി നടക്കുന്നു എന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടും. കാര്യങ്ങൾ തെറ്റായിട്ടല്ല, എന്നാൽ അവ ശരിയായതായും തോന്നുന്നില്ല. പലർക്കും ഈ അനുഭവം ഉണ്ടാകാറുണ്ട്. പക്ഷെ അവർ അതിനെ വ്യക്തമായി തിരിച്ചറിയാറില്ല. ഈ ശൂന്യതയുടെ പിന്നിൽ ഒരു പ്രധാന ചോദ്യം ഒളിഞ്ഞിരിക്കുന്നു: പർപ്പസ്. എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന ചോദ്യം. ഈ ചോദ്യം ലളിതമല്ല. അത് ഒരു ഉത്തരത്തോടെ അവസാനിക്കുന്നതുമല്ല, മറിച്ച് അത് ഒരു യാത്രയുടെ തുടക്കമാണ്. പലരും ജീവിതത്തിന്റെ അർത്ഥം പുറത്തുള്ള കാര്യങ്ങളിൽ അന്വേഷിക്കുന്നു. ജോലി, പണം, അംഗീകാരം, ബന്ധങ്ങൾ, ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷെ അവയ്ക്ക് മാത്രം ഒരാളുടെ ഉള്ളിലെ ശൂന്യതയെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ആ അർത്ഥം പുറത്തുനിന്ന് ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വളരുന്നത്. ഒരു വ്യക്തി തന്റെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ തന്റെ മൂല്യങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. എന്താണ് അവന് പ്രധാനപ്പെട്ടത്? എന്താണ് അവനെ സന്തോഷിപ്പിക്കുന്നത്? എന്താണ് അവനെ ഉണർത്തുന്നത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ ജീവിതം കൂടുതൽ വ്യക്തതയോടെ കാണാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നമ്മുടെ ജീവിതത്തിന്റെ ദിശ തീരുമാനിക്കാൻ ശ്രമിക്കുന്നു. അവൻ അത് നേടി, അതിനാൽ എനിക്കും അതുപോലെ ചെയ്യണം. ഇതാണ് വിജയമെന്ന് സമൂഹം പറയുന്നു, അതിനാൽ ഞാനും അതുപോലെ ചെയ്തു നോക്കിക്കളയാം. ഈ ചിന്തകൾ നമ്മെ ഒരു തെറ്റായ പാതയിലേക്ക് നയിക്കും. കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാണ്. ഒരാളുടെ ലക്ഷ്യം മറ്റൊരാളുടെ ലക്ഷ്യം ആകണമെന്നില്ല. അർത്ഥം കണ്ടെത്താനുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം സ്വയം സത്യസന്ധമാകുക എന്നതാണ്. നമ്മൾ നമ്മളോട് തന്നെ പലപ്പോഴും സത്യം പറയാറില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിനെയല്ല, മറിച്ച് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതിനെ പിന്തുടരുന്നു. എന്നാൽ ഈ യാത്രയിൽ നമ്മൾ നമ്മളോട് ചോദിക്കണം: എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഈ ചോദ്യത്തിന് ഉടനെ ഒരു ഉത്തരം ഉണ്ടാകണമെന്നില്ല, അത് സമയമെടുക്കും. എന്നാൽ ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ ഒരു വലിയ മാറ്റമാണ്. കാരണം അത് നമ്മെ ബോധപൂർവമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. സന്തോഷം പലപ്പോഴും ഒരു ലക്ഷ്യമായി കാണപ്പെടുന്നു. ഇത് നേടിയാൽ ഞാൻ സന്തോഷവാനാകും, അത് കിട്ടിയാൽ ഞാൻ തൃപ്തിപ്പെടും.
ഈ ചിന്തകൾ നമ്മെ ഭാവിയിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ സന്തോഷം ഭാവിയിലുള്ള ഒന്നല്ല, അത് ഇപ്പോഴുള്ള ഒരു അനുഭവമാണ്. നമുക്ക് ഇപ്പോഴുള്ള നിമിഷം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭാവിയിലും അത് സാധ്യമാകില്ല. നിലവിലുള്ള നിമിഷത്തിൽ ജീവിക്കുക എന്നത് ഒരു വലിയ കഴിവാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും ഭൂതകാലത്തിലോ ഭാവിയിലോ ആണ്. കഴിഞ്ഞ പിഴവുകളെക്കുറിച്ച് ഖേദിക്കുകയോ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയോ ചെയ്യുന്നു. എന്നാൽ ജീവിതം നടക്കുന്നത് ഇപ്പോഴാണ്, ഇന്നിലാണ്. ഈ നിമിഷം പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുമ്പോൾ ജീവിതം കൂടുതൽ സമ്പൂർണമാകുന്നു. അർത്ഥമുള്ള ജീവിതം എന്നത് വലിയ നേട്ടങ്ങളിലൂടെ മാത്രമല്ല നിർമ്മിക്കപ്പെടുന്നത്. ചെറിയ കാര്യങ്ങളിലും അർത്ഥം കണ്ടെത്താൻ കഴിയണം. ഒരു സംഭാഷണം, ഒരു സഹായം, ഒരു ചെറിയ നേട്ടം, ഇവയൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. ഇവയെ വിലമതിക്കാൻ പഠിക്കുമ്പോൾ ജീവിതം കൂടുതൽ സമ്പന്നമാകും. നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടാകും. ഇനിയുള്ളത് നമ്മുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കലാണ്. ഒരു വ്യക്തി തന്റെ ലക്ഷ്യം കണ്ടെത്തുമ്പോൾ അത് അവന്റെ പ്രവർത്തനങ്ങളെ മാറ്റുന്നു. അവൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നത് അവന് വ്യക്തമായിരിക്കും. ഈ വ്യക്തത അവനെ കൂടുതൽ ഉറച്ചവനാക്കും. ബുദ്ധിമുട്ടുകൾ വന്നാലും അവൻ വഴി മാറില്ല. കാരണം അവൻ അറിയുന്നു അവൻ പോകുന്ന വഴി എന്തിനാണ് എന്നുള്ളത്. പക്ഷേ ലക്ഷ്യം കണ്ടെത്തുക എന്നത് ഒരു സ്ഥിരമായ കാര്യമാണെന്ന് കരുതരുത്. അത് മാറാം. ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മെ മാറ്റും. അതിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളും മാറും. ഇത് സ്വാഭാവികമാണ്. പ്രധാനപ്പെട്ടത് നമ്മൾ വളരുന്നുണ്ടോ എന്നതാണ്. ജീവിതം ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒന്നല്ല, അതൊരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ പഠിക്കുന്നു, വളരുന്നു, മാറുന്നു. ഈ പ്രക്രിയ തന്നെ അർത്ഥവത്താണ്. ഒരു വ്യക്തി ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ അവൻ ജീവിതത്തെ കൂടുതൽ സമാധാനത്തോടെ കാണാൻ തുടങ്ങും. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് ഒരു സാധാരണ പ്രവൃത്തിയല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നല്ല ഗോൾ എന്നത് വെറും ആഗ്രഹമല്ല. അത് വ്യക്തമായതും അളക്കാവുന്നതും കൈവരിക്കാൻ കഴിയുന്നതും ആകണം. ഒരു സമയപരിധിയുള്ളതായിരിക്കണം. എന്നാൽ ഇതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ടത് ആ ലക്ഷ്യം നമ്മുടെ പർപ്പസുമായി ബന്ധപ്പെട്ടു കിടക്കണം എന്നതാണ്. പലപ്പോഴും ആളുകൾ സമൂഹത്തിന്റെ സ്വാധീനത്തിൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു. ഉയർന്ന ശമ്പളം, വലിയ വീട്, പ്രശസ്തി എന്നിവ. പക്ഷേ ഇവ യഥാർത്ഥത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ അവ കൈവരിച്ചാലും ഒരു ശൂന്യതയുണ്ടാകും. അതിനാൽ ഗോൾ സെറ്റിംഗ് എന്നത് സ്വയം മനസ്സിലാക്കലിന്റെ ഒരു തുടർച്ചയാണ്. ഗോൾ സെറ്റിംഗിന്റെ ഒരു പ്രധാന ഭാഗമാണ് ലക്ഷ്യങ്ങൾ തരംതിരിച്ച് മനസ്സിലാക്കുക എന്നത്. എല്ലാ ലക്ഷ്യങ്ങളും ഒരേ സ്വഭാവമുള്ളതല്ല. ചില ലക്ഷ്യങ്ങൾ ചെറുകാല ലക്ഷ്യങ്ങളാണ്. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ എന്നിവയിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നവ. ഇവ നമ്മെ മുന്നോട്ട് നീക്കാനുള്ള ചെറിയ പടികളാണ്. മറ്റു ചില ലക്ഷ്യങ്ങൾ ദീർഘകാല ലക്ഷ്യങ്ങളാണ്. വർഷങ്ങൾ എടുക്കുന്ന, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നവ. ഉദാഹരണത്തിന്, ഒരു പുതിയ കഴിവ് നേടുക, ഒരു കരിയർ രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വളർച്ച കൈവരിക്കുക. ലക്ഷ്യങ്ങൾ അഥവാ ഗോൾസ് രണ്ട് തരത്തിലുണ്ട്: ഔട്ട്കം ഗോൾസും പ്രോസസ് ഗോൾസും. ഔട്ട്കം ഗോൾസ് എന്നത് ഫലത്തെക്കുറിച്ചുള്ളതാണ്. ഉദാഹരണത്തിന്, എനിക്ക് ഒരു പുസ്തകം എഴുതണം എന്ന ലക്ഷ്യം. എന്നാൽ പ്രോസസ് ഗോൾ എന്നത് ആ ഫലം നേടാൻ വേണ്ട ദിവസേനയുള്ള പ്രവർത്തനങ്ങളാണ്. ഞാൻ ദിവസവും 1 മണിക്കൂർ എഴുതും എന്ന ലക്ഷ്യം പോലെ. പലരും ഔട്ട്കം ഗോൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പക്ഷേ പ്രോസസ് ഗോൾസ് ആണ് വിജയത്തിലേക്കുള്ള യഥാർത്ഥ വഴി. കാരണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്, ഫലങ്ങളല്ല. സ്ഥിരതയും ശീലങ്ങളും ഇല്ലാതെ ഒരു ലക്ഷ്യം പോലും കൈവരിക്കാനാവില്ല. അതിനാൽ നല്ല ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചാൽ മാത്രം പോരാ, അവ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളും ആവശ്യമാണ്. ദിവസേനയുള്ള ചെറിയ ശ്രമങ്ങൾ ചേർന്നാണ് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഈ ചിന്ത നമ്മെ കൂടുതൽ സ്ഥിരതയുള്ളവരാക്കുന്നു. എന്നാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കാര്യങ്ങൾ നമ്മുടെ പദ്ധതി പോലെ നടക്കണം എന്നില്ല. പലപ്പോഴും ഗോൾ സെറ്റിംഗ് പരാജയപ്പെടാം. നാം നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയാതിരിക്കാം. ഈ സാഹചര്യത്തിൽ പലരും നിരാശപ്പെടുകയും സ്വയം സംശയിക്കുകയും ചെയ്യുന്നു. പരാജയം എന്നത് ഒരു അവസാനമല്ല, അത് ഒരു പഠനഘട്ടമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ നാം മനസ്സിലാക്കണം. ഗോൾ സെറ്റിംഗ് പരാജയപ്പെടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആത്മപരിശോധനയാണ്. എന്താണ് തെറ്റിയത് എന്ന ചോദ്യത്തിന് സത്യസന്ധമായി മറുപടി കണ്ടെത്തണം. ലക്ഷ്യം യാഥാർത്ഥ്യമല്ലാത്തതായിരുന്നോ? അല്ലെങ്കിൽ അതിനു വേണ്ട പരിശ്രമം ചെയ്തില്ലേ?
അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സമീപിച്ചതുകൊണ്ടാണോ? ഈ ചോദ്യങ്ങൾ നമ്മെ കൂടുതൽ വ്യക്തതയിലേക്ക് നയിക്കും. പരാജയത്തെ കുറ്റമായി കാണാതെ ഒരു ഫീഡ്ബാക്കായി കാണാൻ നമ്മൾ പഠിക്കണം. ഇതോടൊപ്പം ചിലപ്പോൾ ലക്ഷ്യങ്ങൾ തിരുത്തേണ്ടതുമുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ ചില ലക്ഷ്യങ്ങളും മാറ്റേണ്ടതായിട്ട് വരും. ഇതൊരു ദൗർബല്യമല്ല, മറിച്ച് ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനുള്ള ശേഷിയാണ്. ഒരേ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം അത് ആവശ്യത്തിന് മാറ്റാൻ കഴിയുന്നത് വളർച്ചയുടെ ഭാഗമാണ്. ഗോൾ സെറ്റിംഗിൽ പരാജയം നേരിടുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് വളരെ സാധാരണമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പർപ്പസാണ്. ലക്ഷ്യങ്ങൾ തകരുമ്പോഴും പർപ്പസ് നിലനിൽക്കും. അത് നമ്മെ വീണ്ടും എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കും. അതിനാൽ പർപ്പസ് ഉള്ളവർക്ക് പരാജയങ്ങൾ സ്ഥിരമായ തടസ്സമാകില്ല. അവ താൽക്കാലികമായ വഴിത്തിരിവുകൾ മാത്രമാകും. ഇതുകൂടാതെ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുന്നതും വളരെ പ്രധാനമാണ്. പലപ്പോഴും നാം വലിയ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ചെറിയ നേട്ടങ്ങളെ അവഗണിക്കുന്നു. എന്നാൽ ഈ ചെറിയ വിജയങ്ങളാണ് ആത്മവിശ്വാസം വളർത്തുന്നത്. അവ നമ്മെ മുന്നോട്ടു പോകാൻ പ്രചോദിപ്പിക്കുന്നു. അതിനാൽ ഓരോ ചുവടും വിലമതിക്കാൻ പഠിക്കണം. ജീവിതം ഒരു ലക്ഷ്യങ്ങളുടെ പട്ടിക മാത്രമല്ല, അത് ഒരു അർത്ഥപൂർണമായ യാത്ര കൂടിയാണ്. പർപ്പസ് നമ്മെ ദിശ കാണിക്കുന്നു, ഗോൾസ് നമ്മെ മുന്നോട്ട് നീക്കുന്നു, പരാജയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ 3 ഘടകങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ പോരാട്ടങ്ങളെ ജയിക്കാൻ കഴിയും. പർപ്പസ്, ഗോൾ സെറ്റിംഗ്, പരാജയത്തെ കൈകാര്യം ചെയ്യൽ ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ജീവിതം കൂടുതൽ വ്യക്തതയോടും സമാധാനത്തോടും കൂടിയതാകുന്നു. അർത്ഥം കണ്ടെത്താനുള്ള യാത്ര വ്യക്തിപരമായ ഒന്നാണ്. മറ്റാർക്കും അത് നിങ്ങൾക്കായി കണ്ടെത്തി തരാനാവില്ല. നിങ്ങൾ തന്നെ അത് കണ്ടെത്തണം. ഇത് എളുപ്പമല്ല, പക്ഷെ അതാണ് ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള യാത്ര. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും കൂടുതൽ പ്രാധാന്യമുള്ളതായി തോന്നും. നിങ്ങളുടെ ദിവസങ്ങൾ വെറുതെ കടന്നു പോകുന്നവയല്ല, മറിച്ച് ഒരു ദിശയിലേക്ക് നീങ്ങുന്നതായി അനുഭവപ്പെടും. അതിനാൽ ഈ ചോദ്യം ചോദിക്കാൻ ഭയപ്പെടരുത്. എന്റെ ജീവിതം എന്തിനാണ്? ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ വഴി തുറക്കും. ഒരു അർത്ഥമുള്ള, ബോധപൂർവമായ, സംതൃപ്തമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന വഴി. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം പുറത്തുള്ള നേട്ടങ്ങളിലല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ ജയിക്കുന്നതിലാണെന്ന് വിൻ യുവർ ഇന്നർ ബാറ്റിൽസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മെ പിന്നോട്ട് വലിക്കുന്ന ശക്തികൾ പുറത്തല്ല, അവ നമ്മുടെ അകത്താണ് നിലകൊള്ളുന്നത്. ഭയം, സംശയം, അലസത, ആത്മവിശ്വാസക്കുറവ് എന്നിവയാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. അവയെ തോൽപ്പിക്കാൻ മറ്റാരുടെയും സഹായം കാത്തിരിക്കേണ്ടതില്ല, മറിച്ച് അത് ഓരോരുത്തരുടെയും വ്യക്തിഗത ഉത്തരവാദിത്തമാണ്. ജീവിതം ഒരു തുടർച്ചയായ പോരാട്ടമാണ്. ആ പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നതല്ല. ഓരോ ദിവസവും അത് പുതിയതായി തുടങ്ങുന്നു. ഒരു ദിവസം നമുക്ക് വിജയിക്കാം, എന്നാൽ അടുത്ത ദിവസം വീണ്ടും നമ്മൾ നമ്മുടെ അകത്തെ ദൗർബല്യങ്ങളെ നേരിടേണ്ടി വരും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് സ്ഥിരതയോടെ മുന്നോട്ടു പോകാൻ കഴിയൂ. വിജയം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രധാനമാകുന്നത്. പ്രവർത്തനത്തിന്റെ ശക്തിയാണ് പ്രധാനം. പലരും ശരിയായ സമയം കാത്തിരിക്കുകയാണ്, എന്നാൽ ശരിയായ സമയം ഒരിക്കലും സ്വയം വരില്ല. നമുക്കുള്ള ചെറിയ അവസരങ്ങളിൽ നിന്നു തന്നെ പ്രവർത്തനം ആരംഭിക്കുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്. തുടക്കത്തിൽ അത് ചെറിയ വിജയങ്ങളായിരിക്കാം, പക്ഷെ അവയാണ് ആത്മവിശ്വാസത്തിന്റെ അടിത്തറയായി മാറുന്നത്. പ്രവർത്തനം തന്നെയാണ് ഭയത്തെ കീഴടക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം. ഉത്തരവാദിത്ത ബോധം വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് എളുപ്പമാണ്. എന്നാൽ അതിലൂടെ ഒരു മാറ്റവും ഉണ്ടാകില്ല. മറിച്ച് നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് എന്ന തിരിച്ചറിവ് ഒരാളെ ശക്തനാക്കുന്നു. ഈ ചിന്താഗതിയാണ് വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നതും അവനെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ പ്രാപ്തനാക്കുന്നതും. സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും അനുകൂലമാകണം എന്നില്ല, പക്ഷേ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കഴിവുകളും തീരുമാനങ്ങളുമാണ്. പ്രശ്നങ്ങളെ ഒഴിവാക്കാനോ മറച്ചുവെക്കാനോ ശ്രമിക്കുന്നതിനു പകരം അവയെ നേരിട്ട് അഭിമുഖീകരിക്കാനുള്ള ധൈര്യം വളർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം പ്രശ്നങ്ങളാണ് നമ്മെ വളരാൻ സഹായിക്കുന്നത്. ഓരോ വെല്ലുവിളിയും ഒരു അവസരമായി കാണാൻ തുടങ്ങുമ്പോൾ
ജീവിതം തന്നെ ഒരു പഠനയാത്രയായി മാറുന്നു. ഈ മനോഭാവമാണ് ഒരാളെ യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇതോടൊപ്പം സ്ഥിരതയുടെ പ്രാധാന്യവും നമ്മൾ കണക്കിലെടുക്കണം. പ്രചോദനം താൽക്കാലികമാണ്, എന്നാൽ ശീലങ്ങളാണ് ദീർഘകാല വിജയത്തിന്റെ അടിസ്ഥാനം. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങളിൽ പോലും സ്ഥിരത പുലർത്തുമ്പോൾ അത് കാലക്രമേണ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. ഈ സത്യമാണ് ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം. നമ്മൾ പുറത്തുള്ള വിജയത്തേക്കാൾ ഉള്ളിലെ സമാധാനത്തിനും ശക്തിക്കും പ്രാധാന്യം നൽകണം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന ആത്മവിശ്വാസമാണ് നമ്മിൽ വളരേണ്ടത്. സ്വന്തം മനസ്സിനെ ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അതിനായി ആവശ്യമുള്ളത് വലിയ മാറ്റങ്ങളല്ല, മറിച്ച് ചെറിയ സ്ഥിരതയുള്ള ശ്രമങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ അകത്തെ പോരാട്ടത്തിൽ വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മെ ഒരു നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ ഈ പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ കഴിയൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.